ഇപ്പം നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയും. അപ്പം സീരിയൽ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ലിവ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ചിലപ്പോൾ അത് 1 വർഷമായിരിക്കും, ചിലപ്പോൾ 1.5 വർഷമൊക്കെ ആയിരിക്കും. അപ്പം വിക്രം വേദ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ സ്ക്രിപ്റ്റ് റൈറ്റർ ബിൽഡ് ചെയ്തു. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കാൻ എത്ര എഫേർട്ട് എടുത്തു? ഐ മീൻ എത്ര സമയമെടുത്തു? അല്ല അതിനുള്ളൊരു മേക്ക് ഓവർ എങ്ങനെയാണ്? നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ഒരു സ്ക്രീനിങ്ങും പരിപാടികളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ക്യാരക്ടറിൻ്റെ ഏകദേശം സ്വഭാവവും ഇതൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ വേറെ തമിഴും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പല സാധനങ്ങളും ഇവിടെ. ആ ക്യാരക്ടറൈസേഷനൊക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഗിരീഷ് സാറും സുനിൽ സാറൊക്കെ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിത് പതുക്കെ അവർ ചില ചേഞ്ച് പറയടാ ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ നമ്മൾ അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. പിന്നെ സീരിയലാകുമ്പോൾ പറയാം, നമ്മൾ ഒരു ദിവസം കുറച്ച് അധികം സീനുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് പഠിച്ചിട്ട് ചെയ്യാനുള്ളൊരു ടൈമില്ല. എന്നാൽ പോലും ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ ആ ഫ്ലോയിലങ്ങ് ചെയ്യുന്നു. അതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷമായി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏത് ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോഴും ആ ക്യാരക്ടർ കുറച്ചൊക്കെ നമ്മളുടെ കൂടെ മാച്ചായി ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണും, കുറച്ചൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സുരഭി എങ്ങനെയാണോ വേദ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ സിമിലറാണ്, ഇതൊക്കെ സിമിലർ അല്ല. സോ ആ സിമിലർ അല്ലാത്ത ഇത് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അൺനാച്ചുറൽ ആയിട്ട് തോന്നുന്നത്, അത് ഒരു ഓക്വേർഡ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതിൽ നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ അല്ലാതെ നമ്മളുടെ ക്യാരക്ടർ സിമിലർ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് അത് നാച്ചുറലി വരും. അപ്പം എത്ര പെർസെന്റേജ് വിക്രമുണ്ട്, എത്ര പെർസെന്റേജ് വേദയുണ്ട്? ഐ മീൻ റിയൽ ലൈഫിൽ ശ്രീകാന്തിലും എന്റെ ക്യാരക്ടറിലൊരു 30% അല്ലെങ്കിൽ 25% ഒക്കെ വിക്രം ഉണ്ടാവുള്ളൂ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം വരുന്ന സ്വഭാവമാണ്. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളവർക്കും ചിലപ്പോൾ അത് ഇതായില്ല. പക്ഷെ എന്നാൽ പോലെ എനിക്ക് പെട്ടെന്ന് ഷോട്ടം വിടും. അപ്പൊ വിക്രം അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ